സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ? അല്ലേ? സൈബർ ഇടങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തണോ? വേണ്ടേ? ഒരുപാട് വലിയൊരു ചോദ്യമാണല്ലേ. കുറേ രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് സൈബർ ഇടങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തും. കുറേ മറ്റേ സൈബർ പോലീസിങ്ങിലുള്ള ആളുകളൊക്കെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേൾക്കാം, സെമിനാറുകളിലും കാര്യങ്ങളിലൊക്കെ. ആക്ച്വലി സൈബർ ഇടങ്ങളിൽ സുരക്ഷിതരാണോ സ്ത്രീകൾ? സംശയം തന്നെയാണ്. കാരണം ഞാൻ 1-2 വീഡിയോ ഈ ഒരു കോണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ AI ഒക്കെ അഗ്രസീവായിട്ടുള്ളൊരു ഡെവലപ്മെൻ്റ് ഉള്ള സമയത്ത് സൈബർ ഇടങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇറ്റ്സ് എ വെരി അർജൻറ്റ് തിങ്. ഓക്കെ, പ്രത്യേകിച്ച് ഈ തലമാറ്റി വെട്ടി ഒട്ടിച്ച് മോർഫ് ചെയ്തുള്ള വീഡിയോ, ഫോട്ടോ, ഈ പരിപാടികൾ. ഇപ്പോൾ ഈ AI ഒരു അഗ്രസീവ് ഫേസ് വരുന്നതിന് മുമ്പ് കൊടുത്തൊരു കേസിനെ കുറിച്ചിട്ടാണ് ഞാൻ എഗെയിൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഡിസ്കസ് ചെയ്യാനുണ്ടായ ആ ഒരു കാരണവും ഞാനിപ്പോൾ ഇവിടെ പറയാം. ഓക്കെ, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ അറിയാലോ, നല്ല അടിപൊളി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സെലിബ്രിറ്റി ഫേസുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ തന്നെ ഹെലൻ ഓഫ് സ്പാർട്ട, ഞാൻ ഡൂഡെന്ന് വിളിക്കാം. ഡൂഡിൻ്റെ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. ഈ ഡൂഡടക്കമുള്ള കുറച്ച് കുട്ടികളുടെ ഫോട്ടോ എടുത്തു കൊണ്ടുപോയി മോർഫ് ചെയ്തിട്ടൊരു സൈറ്റിലിട്ടിട്ട് അവിടെ അതിഭീകരമായിട്ട് ആ സാധനങ്ങൾ സ്പ്രെഡ് ചെയ്ത് അവിടെ നിന്ന് ആളുകൾ അത് എടുത്തു കൊണ്ടുവന്ന് ഇവർക്ക് അയച്ചു കൊടുത്ത് അവരതിലും വലിയ കില്ലാടികൾ കേട്ടോ, അവിടെ നിന്ന് എടുത്തു കൊടുന്ന് ഇവർക്ക് അയച്ചു കൊടുക്കുന്നവർ. അങ്ങനെയുള്ള ഒരു കേസ് 2021 നമ്മുടെ ചീഫ് മിനിസ്റ്റർക്ക് അടക്കം ഇവരെല്ലാവരും കൂടി ഒരു പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2024 ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും അതിലൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഈ ഒരു വിഷയത്തിൽ 2 വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇതിപ്പോൾ വീണ്ടും ഈ ടോപ്പിക്ക് ഞാൻ എടുത്തു കൊണ്ടുവരാൻ കാരണം, സൈബർ ഇടങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ എന്നുള്ള സംഗതി എടുത്തു കൊണ്ടുവരാൻ കാരണം, ഇപ്പോൾ റീസെൻ്റ്ലി പ്രവീണ എന്ന് പറഞ്ഞ ആക്ട്രസ്, അവരുടെ ഒരു ഇഷ്യൂ ഞാൻ ഇതിനു മുമ്പ് അഡ്രസ്സ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരുടെ മകളുടെയും ഫോട്ടോ എടുത്തിട്ട് ചെന്നൈ സ്വദേശിയായിട്ടുള്ളൊരു പയ്യൻ ഇതേപോലെ മോർഫ് ചെയ്തിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക, അവരുടെ പേരിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതിനകത്ത് കൂടി സ്പ്രെഡ് ചെയ്യുക. ഒരു വട്ടം ആ പയ്യനെ പിടിച്ചു വന്നിട്ട് ആ പയ്യനെ വിട്ടയച്ചു. ഇനി അത് കാണാത്തവരുണ്ടെങ്കിൽ പ്രവീണയുടെ പഴയ വീഡിയോ, ഒരു മാസം മുമ്പ് വീണ്ടും ഈ കേസ് ഡിസ്കസ് ആയിരുന്നു. ആ ഒരു വീഡിയോ ഇവിടെ വയ്ക്കാം. എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയൊക്കെ മോർഫ് ചെയ്ത ഫോട്ടോസ് എടുത്തിട്ട് എൻ്റെ ഹെഡും താഴേക്ക് വളരെ വികൃത രൂപമായിട്ട് വൃത്തികെട്ട രീതിയിൽ തന്നെ പറയാം, വസ്ത്രമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഫോട്ടോസ് എടുത്തിട്ട് എൻ്റെ ഫേസ് വെച്ചിട്ട് അവനത് കണ്ട് ആസ്വദിക്കുന്നത് മാത്രമല്ല, ഇത് പ്രചരിപ്പിക്കുകയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെയും കുടുംബത്തെയും 5 വർഷത്തോളമായി വേട്ടയാടുന്ന ഒരു സാഡിസ്റ്റിനെ കുറിച്ചാണ് നടി പ്രവീണ വിവരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിലൊക്കെ ആ രീതിയിൽ കറക്റ്റ് ദേഹം മാച്ച് ചെയ്തിട്ട് എവിടെ നിൽക്കുകയോ എടുത്തിട്ട് വന്ന് പല രാജ്യക്കാരുടെ ഉണ്ട്. ഇതാണ് ആള്. പേര് ഭാഗ്യരാജ്. തമിഴ്നാട് സ്വദേശി, ഡൽഹിയിൽ സ്ഥിരതാമസം. ഹോബി കിട്ടാവുന്നിടത്തു നിന്നെല്ലാം പ്രവീണയുടെ ചിത്രങ്ങൾ ശേഖരിച്ച് അശ്ലീലമായി പ്രചരിപ്പിക്കുക. പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഇത് തന്നെയാണ് അവൻ്റെ ജോലി. ഒരു തവണ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടതാണ്. ജാമ്യത്തിലിറങ്ങി അതേ പ്രവൃത്തി പൂർവാധികം ശക്തിയോടെ വീണ്ടും തുടങ്ങി. പ്രവീണയുടെ മകളുടെ ചിത്രം പോലും ദുരുപയോഗം ചെയ്തു. മോളുടെ ഫോട്ടോ വെച്ചിട്ട് അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോട്ടോസ് എടുക്കുക, ഫ്രണ്ട്സിനൊക്കെ ടാഗ് ചെയ്യുക, അവളെ പഠിപ്പിക്കുന്ന സാറന്മാരെ ടാഗ് ചെയ്യുക, ആ സാറന്മാരെ വെച്ചിട്ട് വേറെ ചീത്ത രീതിയിൽ എഴുതി ഉണ്ടാക്കുക. കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷയുടെ കാഠിന്യം കൂടും. എന്നിട്ടും തനിക്ക് മാത്രം എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ലെന്ന് പ്രവീണ. സൈബർ സെല്ലിൽ ഞാൻ ഒരുപാട് തവണ കയറി ഇറങ്ങി. 6 വർഷത്തോളമായി ഈ കുറ്റകൃത്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഗതി ഇങ്ങനെ ഡിസ്കസ് ആവുന്ന ആ ഒരു ടൈമിലാണ് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ മകളുടെ കല്യാണം റിലേറ്റഡ് ആയിട്ട് നരേന്ദ്രമോദിജി നാട്ടിലെത്തുന്നത്. അങ്ങനെ പ്രവീണ ആക്ട്രസ് അവിടെ ചെല്ലുന്നു, സുരേഷ് ഗോപിയോട് കാര്യം പറയുന്നു, സുരേഷ് ഗോപി മോദിജിയോട് കാര്യം പറയുന്നു. അങ്ങനെ ഈ പയ്യനെ വീണ്ടും പൊക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ആദ്യം ആ ഒരു ന്യൂസും കൂടി കണ്ടോ. ആ ചെക്കനെ വീണ്ടും പൊക്കി. സിനിമാ സീരിയൽ നടി പ്രവീണയുടെയും മകളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച് സൈബറിടത്തിൽ നിരന്തരം വേട്ടയാടിയ തമിഴ്നാട് സ്വദേശിയായ പ്രതി ഡൽഹിയിൽ പിടിയിൽ. ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയ തമിഴ്നാട് സ്വദേശിയായ ഭാഗ്യരാജാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് പ്രതിയെ ഡൽഹിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. നടി പ്രവീണയുടെ പരാതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലാണ് അതിവേഗം പ്രതിയെ കുരുക്കാനിടയാക്കിയത്. നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ നരേന്ദ്രമോദിയോട് പ്രവീണ താനും കുടുംബവും നേരിടുന്ന സൈബറിടത്തിലെ വേട്ടയാടലിനെ പറ്റി പരാതി പറഞ്ഞിരുന്നു. സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെയാണ് പ്രവീണ പ്രധാനമന്ത്രിയെ വിവരം ധരിപ്പിച്ചത്. പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് ഭാഗ്യരാജിനെ മുമ്പും അറസ്റ്റ് ചെയ്തിരുന്നു. 2021 നവംബറിലാണ് ഇതിനു മുമ്പ് ഡൽഹി സാഗർപൂരിൽ നിന്നും ഭാഗ്യരാജ് അറസ്റ്റിലായിരുന്നത്.
നടി പ്രവീണയുടെ പേരിൽ വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി അതുവഴിയാണ് ഇയാൾ പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. അറസ്റ്റിലായെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ജാമ്യത്തിൽ പോയ ശേഷം ഇയാൾ കുറ്റകൃത്യം തുടരുകയാണെന്നും തന്റെ മകളുടേതടക്കമുള്ള ഫോട്ടോകൾ അശ്ലീലമായി ഇയാൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ മാസം നടി പ്രവീണ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ ഇപ്പോൾ വീണ്ടും പിടികൂടിയത്. ഓക്കെ, അപ്പൊ പ്രവീണയുടെ കേസിൽ ആ പ്രതിയെ പിടിക്കുന്നു, അകത്താക്കുന്നു. ആദ്യം പിടിച്ച ആ പ്രതിയെ അകത്താക്കി, എന്നിട്ട് ജാമ്യത്തിൽ വിട്ടു. ആ പ്രതി വീണ്ടും അതിരൂക്ഷമായിട്ട് വീണ്ടും ഇവരുടെ ഫോട്ടോസും വീഡിയോസും എടുത്ത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഒരു രക്ഷയില്ലാതെ അവർക്ക് ലാസ്റ്റ് പ്രധാനമന്ത്രിയുടെ അടുത്ത് പോകേണ്ട ആവശ്യം വന്നടേ ഇവരെ രണ്ടാമത് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിനിടയിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തതാണ്. ഡീഫേക്ക് വെച്ചിട്ട് AI വെച്ചിട്ട് രശ്മിക മന്ദാനയുടെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അവനെയും പിടിച്ചിട്ടുണ്ട്. അതിലും ഈ പറഞ്ഞ മാതിരി PM ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്. ഓക്കെ, പ്രവീണ ഈസ് എൻ ആക്ട്രസ്, രശ്മിക മന്ദാന ഈസ് എൻ ആക്ട്രസ്. സെലിബ്രിറ്റീസ് ആണ് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ളൊരു സെലിബ്രിറ്റി പ്രിവിലേജ് രണ്ടുപേർക്കും ഉണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയക്കാരനോടോ അല്ലെങ്കിൽ അതായത് ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ആരോടെങ്കിലും അവർക്ക് കുറച്ചും കൂടി ഈസി ആക്സസ് ചെയ്യാൻ പറ്റും. അവർക്ക് സാധാരണ ഒരാൾക്കുള്ളതിനേക്കാൾ കൂടുതൽ ആക്സസിബിലിറ്റി അവർക്ക് കൂടുതലുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, സെലിബ്രിറ്റീസിനടക്കം PM ഓഫീസ് വരെ പോകണം, പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ പോയിട്ടാണ് ഇവരെ പിടിക്കാനുള്ള ഒരു വകുപ്പ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇവിടെ സാധാരണ സൈബർ പോലീസിൽ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി രക്ഷയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവർ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ പോയിട്ടാണ് ഇവർ ചെങ്ങായിനെ പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ എന്ത് സ്ത്രീ സുരക്ഷയെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്? ഓക്കെ, ഇനിയിപ്പോൾ ഇത് നടന്നു എന്ന് വെച്ചോ, ഇവർക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ പോകാനും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു പുഷ് ചെയ്യിക്കാനും ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ പ്രവീണേനെ കൊണ്ടും അല്ലെങ്കിൽ രശ്മിക മന്ദാനനെ കൊണ്ടൊക്കെ പറ്റുമെന്ന് വിചാരിച്ചു. സാധാരണ ആൾക്കാർ എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഡൂഡടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ 10-21 പേരുണ്ട്. ഇവരെല്ലാവരും കൂടി 2021 കൊടുത്ത കേസ് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇന്നലെ ഡൂഡ് ചെയ്തൊരു വീഡിയോ ഞാൻ വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. ഞാൻ ആത്മഹത്യ ചെയ്യും, നരേന്ദ്രമോദിനെ ടാഗും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാനൊന്നിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അതെ, അത് ശരി. അപ്പോൾ നമ്മുടെ സിനിമ സീരിയൽ രംഗത്ത് എല്ലാവർക്കും ഭയങ്കര പരിചയമുള്ള ഫേസ് ആയിരുന്നു പ്രവീണ പറയുന്ന അവരുടേത്. അപ്പൊ അവരുടെ മകളുടെയും പിക്ചേഴ്സ് മോർഫ് ചെയ്ത ഒരു ഇഷ്യൂസ് എല്ലാവർക്കും അറിയുന്നതാണ്. ഐ ഗാസ് ഒരു 1 year ആയി. അപ്പം അതിനും ഒരു 1 year മുന്നെയാണ് ഞങ്ങള് ഒരു 16ഓളം പെൺകുട്ടികൾ ചേർന്നിട്ട്, സ്ത്രീകൾ ചേർന്നിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ മോർഫിങ് എന്ന് പറഞ്ഞാൽ വളരെ 1ഉം 2ഉം അല്ല, 100-ലധികം ഫോട്ടോസ് മോർഫ് ചെയ്ത ഒരു സാധനം. അപ്പം അതിന് ഇതുവരെ തീരുമാനമായിട്ടില്ല. രശ്മിക മന്ദാനേന്റെയും ഇതുപോലുള്ള സീരിയൽ സിനിമ ആർട്ടിസ്റ്റുകളുടെയൊക്കെ പല ഇടപെടലുകളും മൂലം സോൾവ് ആവുന്നുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ശ്രീ നരേന്ദ്രമോദി ജീനെ ഒന്ന് കാണാനുള്ള അല്ലെങ്കിൽ അയക്കാനുള്ള, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു അവസരം ശ്രീ സുരേഷ് ഗോപി സർ ഉണ്ടാക്കി തരണം പ്ലീസ്. കാരണം ഞങ്ങൾക്കും ജീവിക്കണം. സിനിമാ നടികൾക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ, ഞങ്ങൾക്ക് ജീവിക്കണം. ഞാൻ സിനിമാ നടിയാവണോ? ആത്മഹത്യ ചെയ്യും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് വേറെ വഴിയില്ല. ഇനിയിപ്പോൾ നരേന്ദ്രമോദീൻ്റെ അടുത്ത് പോകാതെ എന്ത് ചെയ്യും? അല്ലാതെ ഇവിടുത്തെ പോലീസുകാർ ഇത് പിടിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കും തോന്നുന്നില്ല, കേസ് കൊടുത്തവർക്കും തോന്നുന്നില്ല. ഞാൻ കേസ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ തറ്റത്ത് മെയിൽ ചെയ്തതിൻ്റെയൊക്കെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി കുറച്ച് കാലം മുമ്പ് ഇവർ ഈ കേസിൻ്റെ ഒരു അപ്ഡേറ്റ് എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഡൂഡ് ചെയ്തൊരു വീഡിയോൻ്റെ ക്ലിപ്പ് ഞാൻ അവിടെ വയ്ക്കാം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന്റെ 2 minutes മുന്നെയാണ് ഞാൻ വീട്ടിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവരോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. 2 വർഷം മുന്നേ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഞാൻ ഓർക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചു അതിൽ നിന്ന് നിങ്ങളുടെ സൈഡിൽ നിന്ന് യാതൊരു രീതിയിലുള്ള ഇത് ഉണ്ടായിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു രാജ്യത്തിന്റെ പേര് പറഞ്ഞത് ഇത്രക്കുള്ള ഒരു രാജ്യമാണത്. ഇത്രേ ഉള്ളൂ. അയ്യോ ഇത്ര ഉള്ളൊരു രാജ്യമാണ് ഇതിന്റെ ഒരു ഇത് കാണിക്കുന്നുള്ളത്. അപ്പൊ ഇവർക്ക് 2 വർഷമായിട്ട് അവര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 വർഷം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. ഇത്ര പോകുന്ന രാജ്യത്ത് നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല 2 വർഷമായിട്ട്. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചോണ്ട്, ഞങ്ങൾ പരിശോധിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം വെക്കുന്ന സമയത്ത് പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് മാത്രം പറയും. നിങ്ങളത് ആലോചിച്ച് നോക്കണം. ഇവിടെ
ഇപ്പോൾ ഹെലൻ ഓഫ് സ്പാർട്ട ആണെങ്കിൽ പോലും ഈ ബാക്കി ഇനിയുള്ള സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ളവരാണെങ്കിലും ഇവരുടെയൊക്കെ ഒരു കഷ്ടകാലം ഞാനൊന്ന് ആലോചിച്ച് നോക്കുന്നു. കഷ്ടകാലം തന്നെ ഇടേ. കാരണം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നീ എന്തിനു റീൽ ചെയ്യുന്നു, നിന്നോട് ആരും ആക്റ്റീവ് ആവാൻ പറഞ്ഞു, ഇതൊരു ചോദ്യം അവർ കേൾക്കണം. രണ്ടാമത്, ഈ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ ഇത്ര പോകുന്നൊരു രാജ്യത്താണ്, ആ രാജ്യത്ത് നിന്ന് റിപ്ലൈ കിട്ടിയില്ല, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ പ്രധാനമന്ത്രീൻ്റെ ഓഫീസിൽ ആളെ കൊണ്ടുവന്നാൽ നടക്കുമായിരിക്കും. ഇത് ഇവരുടെ അവസ്ഥ ഇങ്ങനെ. ഇതും പോട്ടെ, സാധാരണ സോഷ്യൽ മീഡിയയിലുള്ള ഒരു പെൺകുട്ടിക്കാണ് ഈ അവസ്ഥ വന്നതെന്നുണ്ടെങ്കിൽ അവർ സൈബർ സെല്ലിൽ പരാതി കൊടുക്കാൻ എത്ര ജോഡി ചെരുപ്പ് വാങ്ങേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കയറി ഇറങ്ങി ചെരുപ്പ് തെയ്യുന്നല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും പ്രധാനമന്ത്രി ഇടപെടേണ്ടി വരും. എന്നാൽ പിടിക്കുമായിരിക്കും. പ്രധാനമന്ത്രിക്ക് എത്തണമെങ്കിൽ ആദ്യം സുരേഷ് ഗോപിൻ്റെ അടുത്ത് പോകണം. സുരേഷ് ഗോപിൻ്റെ അടുത്ത് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം പിന്നെ BJP-ക്കാരെ പിന്നാലെ പോകേണ്ടി വരും. അല്ലാതെ ഇവിടെ ആരും ഇല്ലടേ ഇതൊന്നും പിടിക്കാനും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒന്നിനൊരു മനുഷ്യന്മാരും ഇല്ലേ. സൂപ്പർ അടിപൊളിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങളിപ്പം ഈ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ? ഞങ്ങൾ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് ഒന്നും സ്ട്രെസ് അല്ലേ? അതിപ്പോ എങ്ങനെയാണ്? നമ്മൾ സിനിമയിൽ അഭിനയിക്കണോ, സീരിയലിൽ അഭിനയിക്കണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളിൽ? എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇല്ല, അതുകൊണ്ടാണോ? അല്ലെങ്കിൽ എനിക്കറിയില്ല, ഞങ്ങൾ ബാക്കി കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള 15ഓളം സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക്, കുഞ്ഞുമക്കൾക്ക് എന്തെങ്കിലും പാർട്ടിപരമായിട്ട് ഇടപെടണോ, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂട്ടം ചേർന്നിട്ട് പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോകണോ, സീരിയലിൽ ആരെങ്കിലും എന്നെ ഒന്ന് കാസ്റ്റ് ചെയ്യൂ സിനിമയിൽ ഒരു സീരിയലിൽ. അങ്ങനെ അത് പറഞ്ഞിട്ടെങ്കിലും ഞങ്ങളുടെ ഈ ഡെയിലി വരുന്ന ഈ മെൻഷനും ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെയെങ്കിലും ഒന്നും നിൽക്കട്ടെ. ഇത് ഈ വീഡിയോ ചെയ്ത് ഞാൻ മടുത്ത് പണ്ടാരടങ്ങിയ ഒരു സാധനമാണ്. ആരെയാണ് നമ്മളിനി കാണണ്ടേ? ഓക്കെ, ചീഫ് മിനിസ്റ്റർക്ക്, നമ്മുടെ കേരള ചീഫ് മിനിസ്റ്റർക്ക് മെയിൽ ചെയ്തു, പിന്നെ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു, സംഘടനകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു, ഹെൽപ്പ് ചെയ്തിട്ടില്ല. അത് പിന്നെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഹെൽപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ആ ഒരു കേസിൽ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു രീതിയിലുള്ള അപ്ഡേറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല. ആളിനെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ വരുന്ന സൈറ്റ് ബ്ലോക്ക് ചെയ്യാനോ ഒന്നും ഒരു മണ്ണാൻ കട്ടിയും ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഞങ്ങൾ സിനിമ സീരിയൽ ആക്ട്രസ് അല്ലാത്തത് കൊണ്ടാണോ? ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണോ? അപ്പം ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ ഞാൻ ബാക്കിയുള്ള 15ഓളം പേർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇറ്റ്സ് എ റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക. ആരെയാണോ പിന്നെ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനെയാണോ നമ്മൾ പോയി കാണേണ്ടത്, റിക്വസ്റ്റ് ചെയ്യേണ്ടത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയും റിക്വസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞങ്ങൾ എല്ലാവരും പോയി റിക്വസ്റ്റ് ചെയ്യാം. ആര് വന്നില്ലെങ്കിലും ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ പോയിട്ട് ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട്. സുരേഷ് ഗോപി ചേട്ടൻ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 15ഓളം കുട്ടികളും പെൺകുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ആൾക്കാർ കൊടുത്തൊരു പരാതിയുണ്ട്. അതൊന്ന് ദയവ് ചെയ്തിട്ട് അതൊന്ന് പരിഗണിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, ആളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല, ആ സൈറ്റ് കാര്യങ്ങളൊന്ന് ബ്ലോക്ക് ചെയ്യാനുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. വളരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിവിലേജ് വേണം കുട്ടികളെ. കുറച്ച് പ്രിവിലേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി നടക്കും. ഓക്കെ, ഈ പ്രിവിലേജ് ഇൻ ദ സെൻസ് രാഷ്ട്രീയക്കാരെ മക്കളാവണം, അല്ലെങ്കിൽ പോലീസുകാരെ മക്കളാവണം, അല്ലെങ്കിൽ ഹൈലി റേറ്റഡ് സെലിബ്രിറ്റീസ് ആവണം. ഓക്കെ, ഭയങ്കര വലിയ ആക്ട്രസ് ലൈക്ക് രശ്മിക മന്ദാർ അങ്ങനെയൊക്കെ ആവണം നിങ്ങൾ. അല്ലാത്ത പക്ഷം നിങ്ങളെ ഫോട്ടോ ആര് വെട്ടി എവിടെ കൊണ്ടുപോയിട്ടാലും പോലീസായിരിക്കും സിസ്റ്റത്തിനൊന്നും വലിയ അതിൻ്റെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും പ്രധാനമന്ത്രിൻ്റെ റോഡ് ഷോ വരുമ്പോൾ അവിടെ പ്ലക്കാർഡും പിടിച്ച് പോയി നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റേ BJP പോയി മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും. അല്ലാതെ ഇപ്പോൾ ഇതൊരു തീരുമാനമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര കൊല്ലം മുന്നേ 2021 കൊടുത്ത കേസാണ്, ഒരു കാര്യമില്ല.